ശേഷം നടക്കും. വേദം എന്നെ ചൊല്ലുகிறது என்று உங்களுக்கு சொல்லுகிறேன். ബൈബിൾ എന്ത് പറയുന്നു എന്ന് ഞാൻ പറയട്ടെ. യാക്കോബ് 5ാவது அதிகாரம் 14ാவது വചനം. യാക്കോബിന്റെ പുസ്തകം 5ാം അധ്യായം. உங்களிலே ஒருவன் வியாதிப்பட்டால் നിങ്ങളിൽ ഒരുവൻ അസുഖമായി കിടക്കുന്നെങ്കിൽ സഭയിൻ മൂപ്പர்களை வரவழைப்பானாக. സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്ത്. அவர்கள் எண்ணெய் പൂശി ജപിക്ക കടവர்கள். അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. இந்த സഭയിൻ മൂപ്പர்கள் என்றால் யார்? ഈ സഭയിലെ മൂപ്പന്മാർ ആരാണ്? മൂപ്പர்கள் என்றாൽ யார்? ഈ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? இந்த കമ്മിറ്റിയിലെ സണ്ട പോടുறவங்க എല്ലാം മൂപ്പர்கள் അല്ല. കമ്മിറ്റിയിൽ വഴക്കുണ്ടാക്കുന്നവനല്ല മൂപ്പൻ. മൂപ്പர்கள் என்றால் யார்? മൂപ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അനുഭവം പെട്ടവர்கள் എன்ற അർത്ഥം. അവർ അനുഭവമുള്ളവരെന്നാണ് അതിന്റെ അർത്ഥം. അൻപിനാൽ நிறைந்தவர்கள் എன்ற അർത്ഥം. അതിന്റെ അർത്ഥം ദൈവസ്നേഹത്താൽ നിറഞ്ഞവർ. ഹല്ലേലൂയ ഹല്ലേലൂയ. இந்த മൂപ്പர்கள் என்ற வார்த்தைக்கு अनेक அர்த்தங்கள் உண்டு வேதத்திலே. മൂപ്പൻ എന്ന വാക്യത്തിന് അനേക അർത്ഥങ്ങൾ ബൈബിളിലുണ്ട്. தேவ தூதர்கள் சொல்ல முடியாத ரகசியங்களை மூப்பர்கள் சொல்லுவார்களாம். ദൈവദൂതന്മാർക്ക് പറയുവാൻ കഴിയാത്ത മർമ്മങ്ങളെ മൂപ്പന്മാർ പറയും. ഒരു നാൾ യോവാൻ ശിഷ്യனுக்கு ഒരു ദർശനം വന്നത്. ഒരിക്കൽ യോഹന്നാൻ ശിഷ്യന് ഒരു വെളിപ്പാടുണ്ടായി, ദർശനമുണ്ടായി. വെളിപ്പെടുത്തിன വിശേഷം 5ാவது அதிகாரத்திலே വെളിപ്പാട് പുസ്തകം 5ാം അധ്യായത്തിൽ he was able to see the almighty God was sitting upon the throne. നിത്യനായ സർവശക്തനായ ദൈവം ഇതാ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. There was a scroll in his right hand. അവന്റെ കയ്യിൽ ഒരു ചുരുളുണ്ടായിരുന്നു. It was sealed by 7 seals. 7 മുദ്രകളാൽ ചുരുളിന് മുദ്രയുണ്ടായിരുന്നു. And there was a great big angel. ഒരു വലിയ ദൂതൻ അവിടെ ഉണ്ടായിരുന്നു. Shouting. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, there is no one is here to break the seal and bring the secret. അതെ, ഈ ചുരുളിനെ തുറക്കുവാനും ഈ രഹസ്യത്തെ പറയുവാനും ആരും ഇവിടെയില്ല. That was the experience of angel. That was ദൂതന്റെ അനുഭവം അതായിരുന്നു. But എന്നാൽ there was another elder. അവിടെ ഒരു മൂപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. There was an elder. അവിടെ ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു. Shouting. അവൻ അവിടെ ഘോഷിച്ചു. മൂപ്പനുടെ അനുഭവം തനി. അതെ, ആ മൂപ്പന്റെ അനുഭവം ഒരു cry not. പറഞ്ഞു, വിലപിക്കണ്ട, weep not. വിലപിക്കണ്ട. I know a person. എനിക്കൊരു വ്യക്തി അറിയാം. I know a person. എനിക്കൊരു വ്യക്തി അറിയാം. I know. എനിക്കറിയാം. I know. എനിക്കറിയാം. What the angel could not say, the elder was able to say. ദൂതന് പറയുവാൻ കഴിയാഞ്ഞത് മൂപ്പന് പറയുവാൻ കഴിഞ്ഞു. What is that? അതെന്തുവാണ്? There is a person to break the seal. അതെ, ഈ മുദ്രകളെ പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. To bring out the blessing. അനുഗ്രഹത്തെ കൊണ്ടുവരുവാൻ. To bring the fire. ആ തീ കൊണ്ടുവരുവാൻ. To bring out the love of God. സ്നേഹത്തെ കൊണ്ടുവരുവാൻ. Who is that? അതാരാണ്? The lion of the tribe of Judah. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്നവൻ. Lion of the tribe of Judah. അതെ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്നവൻ. John just turned and see, there was not lion, but there was the lamb of God. അതെ, അവൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട വെളിപ്പാട് ഒരു സിംഹമല്ല, എന്നാൽ അവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. What was the experience of that elder? ആ മൂപ്പന്റെ അനുഭവം എന്തുവായിരുന്നു? What is my experience? എന്റെ അനുഭവം എന്തുവാണ്? I am not here to boost myself. എന്നെ പറ്റി പ്രസംഗിക്കുവാനല്ല ഞാൻ വന്നത്. But I can say boldly, I became an elder, the experienced believer. ഞാൻ അത് ഒരു മൂപ്പനായത് എങ്ങനെയെന്ന് ശക്തമായി പറയട്ടെ, ദൈവാനുഭവത്താൽ. 38 years I was alone. I became an orphan. ഞാൻ അതെ ഒരു ആരുമില്ലാത്തവനായി 38 വർഷം ശുശ്രൂഷിച്ചു. When I was 17 years old, I was dead and raised up. ഞാൻ 17 വയസ്സുള്ളപ്പോൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. After receiving my life back, I was able to see Jesus face to face. ഞാൻ എന്റെ ജീവൻ മടക്കി ലഭിച്ച ശേഷം യേശുവിനെ മുഖാമുഖമായി കണ്ടു. Jesus touched me. എന്നെ യേശു തൊട്ടു. The Lamb of God touched me. ദൈവ കുഞ്ഞാടിനെ തൊട്ടു. Oh, Jesus touched me. യേശു എന്നെ തൊട്ടു. The spirit of love was poured upon me. യേശുവിന്റെ സ്നേഹം എന്റെ മേൽ ഒഴിക്കപ്പെട്ടു. I was able to see his wound. ഞാൻ യേശുവിന്റെ കരത്തിന്റെ അതേ വേദനകൾ കണ്ടു. What the angel could not say, I can say. ദൂതന് പറയുവാൻ കഴിയാത്തത് ഞാൻ I പറയട്ടെ. can say boldly, the wounds of Jesus can do mighty things. യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ ഞാൻ കണ്ടു. ഞാൻ ആ ശക്തികൾ വിളിച്ചു പറയട്ടെ. I can understand the power of the love blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തി എനിക്ക് മനസ്സിലാകും. I know the power of the Lamb of God. യേശു ദൈവ കുഞ്ഞാടിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാകും. Hallelujah. Hallelujah. That is my experience. അത് എന്റെ അനുഭവമാണ്. Whether it is water or oil, anything come in my hand. എന്റെ കയ്യിൽ വെള്ളം വന്നാലും എണ്ണ വന്നാലും, if I touch anybody, ഞാൻ ആരെങ്കിലും തൊട്ടാൽ, I know that can do miracle. അവിടെ അത്ഭുതങ്ങൾ നടക്കും. That is the love of God. ദൈവ സ്നേഹമാണ്. That's why Bible says, അതുകൊണ്ട് ബൈബിൾ പറയുന്നു, if there is anybody sick people, ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ call the elders. അവർ മൂപ്പന്മാരെ വിളിച്ചു വരുത്ത്. Let them apply oil. അവർ എണ്ണ പൂശട്ടെ. What is the meaning of elders? മൂപ്പൻ എന്ന് പറഞ്ഞാൽ എന്ത്? The experienced people. അനുഭവമുള്ളവർ. Hallelujah. Hallelujah. One who can understand the love of God. ദൈവ സ്നേഹം മനസ്സിലാകുന്നവൻ.
Hallelujah. Hallelujah. Are you able to understand the love of God? നിനക്ക് ദൈവസ്നേഹം മനസ്സിലാകുന്നുണ്ടോ? Do you have the spirit of love? നിനക്ക് സ്നേഹത്തിന്റെ ആത്മാവുണ്ടോ? If you receive the love of God, ദൈവസ്നേഹത്തിന്റെ ആത്മാവ് if പ്രാപിച്ചാൽ, the love of God burns like a fire, നിന്റെ അകത്ത് ദൈവസ്നേഹം എരിയുന്നുണ്ടെങ്കിൽ, if you touch anything, whether it is water or oil, അത് വെള്ളമാണെങ്കിലും എണ്ണയാണെങ്കിലും തൊട്ടാൽ, even the kerchief, നിന്റെ കർച്ചീഫ് തൊട്ടാൽ, that can carry the miracle of ആ God. അത്ഭുതത്തെ വഹിച്ചു കൊണ്ടുപോകും. Hallelujah. Rabba shaka Hallelujah. bahantara dida Hallelujah. hantara urra shaka bahantala garudiya. എല്ലാവരും മാത്രം ദൈവത്തെ സ്തുതിച്ചു. Amen. Amen. അടവി തരുക്കളിൻ ഇടയോ ഒരു നാരകം ഈന്നവണ്ണം, അടവി തരുക്കളിൻ ഇടയോ ഒരു നാരകം ഈന്നവണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. യേശുവേ എന്റെ പ്രിയനെ കാലമെല്ലാം ഈ മരോ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരോ യാത്രയിൽ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. Our God is the God of love. നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ He ദൈവമാണ്. loves you. നിന്നെ അവൻ സ്നേഹിക്കുന്നു. He can teach you. അവൻ നിന്നെ ഉപദേശിക്കും. He can teach you not only the fire. അഗ്നി മാത്രമല്ല നിന്നെ He ഉപദേശിക്കുന്നു. can teach you how to move by love. സ്നേഹത്താൽ നടക്കുവാൻ പഠിപ്പിക്കും. How to touch with the love of God. ദൈവസ്നേഹത്താൽ എങ്ങനെ സ്പർശിക്കണമെന്ന് പഠിപ്പിക്കും. If you move by the love of God, ദൈവസ്നേഹത്തിൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ many waters cannot quench that fire. അനേക വെള്ളങ്ങൾക്ക് ഇത് തീയെ കെടുത്തുവാൻ കഴിയത്തില്ല. Devil may come. അവർ വരും. Devils may come. ദുഷ്ടശക്തികൾ വരും. Evil spirit may come and disturb you. പൈശാചിക ശക്തികൾ വന്ന് നിനക്ക് വിരോധമായി നിൽക്കും. There may be people speak against you. നിനക്ക് വിരോധമായി ജനം സംസാരിക്കും. Evil arrows will come. അനേക അമ്പുകൾ നിനക്ക് വിരോധമായി വരും. Don't worry about that. അതിനെപ്പറ്റി ഭയപ്പെടേണ്ട. Once, if you are filled by the Holy Spirit, നീ ദൈവസ്നേഹത്താൽ നിറഞ്ഞു കഴിഞ്ഞെങ്കിൽ, if you are filled by the Spirit of love, നീ ദൈവസ്നേഹത്താൽ നിറഞ്ഞു കഴിഞ്ഞെങ്കിൽ, you will be carrying the healing virtue. നീ ദൈവ സൗഖ്യം നിന്റെ കയ്യിൽ You will be കാണും. carrying the healing virtue. നിന്റെ കയ്യിൽ ദൈവ സൗഖ്യം You കാണും. will be moving by healing power. ദൈവ സൗഖ്യത്താൽ ദൈവം നിന്നെ നിയന്ത്രിക്കും. The miracle will start from your house. നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ വീട്ടിൽ നിന്നും അത്ഭുതം തുടങ്ങും. Because of the unity. ഐക്യത നിമിത്തം. Because of the spirit of oneness. അതെ, ഐക്യതയുടെ നിമിത്തം. Say hallelujah. Hallelujah. Say praise the Lord. Praise the Lord. Oh glory, 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 glory. ദൈവത്തിന്റെ glory. മഹത്വം, മഹത്വം. The fourth point. നാലാമത്തെ കാര്യം, The love which can bring the grace of God. ദൈവകൃപയെ കൊണ്ടുവരുന്ന ദൈവസ്നേഹം. The love which can bring the mercies of God. ദൈവ കരുണകളെ കൊണ്ടുവരുന്ന ദൈവസ്നേഹം. Oh, if you move with the grace, ആ കൃപയിൽ നീ യാത്ര ചെയ്താൽ, you will move, the healings will be taking place. നീ ചലിക്കും തോറും അവിടെ എല്ലാം സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. 20 years back, I used to struggle myself to pray for the people. 20 വർഷങ്ങൾക്ക് മുമ്പേ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. I used to cry, pour tears, fasting, praying, 1 day, 2 days, 3 days, 7 days, like that. ഞാൻ അനേക ദിവസങ്ങൾ 1, 2, 3, 5, 7 ഇങ്ങനെ ഉപവസിച്ച് കരഞ്ഞു For the പ്രാർത്ഥിക്കുമായിരുന്നു, deliverance of the people. ജനത്തിന്റെ വിടുതലിനായി. But even now I am fasting, praying. ഇപ്പോഴും ഞാൻ ഉപവസിച്ച് Fasting and പ്രാർത്ഥിക്കും. praying. But
not struggle to bring miracle for the people. എന്നാൽ ഞാൻ ജനത്തിന്റെ മേൽ അനുഗ്രഹം കൊണ്ടുവരാൻ അത്ഭുതത്തിന് വേണ്ടി ഉപസിക്കാറില്ല. Nowadays I fast and pray to receive the power, that's all. ഞാൻ ദൈവശക്തി പ്രാപിക്കുവാൻ ഉപസിച്ച് പ്രാർത്ഥിക്കും. But എന്നാൽ my life itself became the life carrying the grace of God. എന്റെ ജീവിതം തന്നെ ദൈവകൃപ ചലിക്കുന്ന ഒരു ജീവിതമായി. It is not only my experience, എന്റെ അനുഭവം മാത്രമല്ല, pastor experience, ഇത് പാസ്റ്ററുടെ അനുഭവമാണ്. all the real servants of God's experience. ഇത് എല്ലാ ദൈവദാസന്മാരുടെയും യഥാർത്ഥമായ ഒരു അനുഭവമാണ്. If you grow in the Lord, ദൈവത്തിൽ വളരും തോറും many years back, many years back, there was a man called Moses, you know. മോശ എന്ന പേരുള്ള ഒരു How മനുഷ്യനുണ്ടായിരുന്നു. many of you are willing to see Jesus? എത്ര പേർ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു? കരങ്ങൾ ഉയർത്തിയാട്ടെ. Is it necessary to see Jesus? യേശുവിനെ കാണുന്നത് ആവശ്യമാണോ? Why? എന്തിനാ? If you believe Jesus without seeing him, that is good, you know. യേശുവിനെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരല്ലേ? Why is it's necessary to see Jesus? എന്തിനാണ് യേശുവിനെ കാണുന്നത് ഒരു ആവശ്യമായി വന്നേക്കുന്നത്? Huh? To see his face and worship. Yeah, good. That's good. Wonderful. അത് See, നല്ലതാണ്. the first level is already over. You became a believer. നിങ്ങൾ വിശ്വസിച്ച് വിശ്വാസിയായി കഴിഞ്ഞു. ആദ്യത്തെ അളവ് കഴിഞ്ഞു. Without seeing him, you believed and came to the Lord. നിങ്ങൾ കാണാതെ വിശ്വസിച്ച് യേശുവിങ്കൽ വന്നു. But now, ഇന്ന് why to see? എന്തിനാ കാണുന്നത്? To hug him, to embrace him, യേശുവിനെ കെട്ടിപ്പിടിക്കുവാൻ, to walk along with him, യേശുവിനോടുകൂടെ നടക്കുവാൻ, to move with him. യേശുവിനോടുകൂടെ ചലിക്കുവാൻ. Hallelujah. ഹല്ലേലൂയ. It is very easy. വളരെ എളുപ്പമാണ്. But how? എങ്ങനെ? Moses didn't ask God, Lord, show me your face. He didn't pray like that. യേശുവിന് മോശ ദൈവമേ അങ്ങയുടെ മുഖം കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. That's an easy trick. ഒരു എളുപ്പമുള്ള ഒരു വഴി അവൻ കണ്ടു. When Moses asked, Lord, do you know how he asked? Show me your glory. That's all he asked. മോശ എന്തോ ചോദിച്ചത്? കർത്താവേ അങ്ങയുടെ മഹത്വം മഹിമ എന്നെ കാണിക്കണമേ. He never asked God, show me your face. യേശുവേ ദൈവമേ അങ്ങയുടെ മുഖം എന്നെ കാണിക്കണമെന്ന് മോശ പറഞ്ഞില്ല. God only said, no, it is not possible to see my face. ദൈവം മറുപടിയായി പറഞ്ഞു എന്റെ മുഖം നിനക്ക് കാണുവാൻ But what കഴിയത്തില്ല. God said, ദൈവം എന്ത് go പറഞ്ഞു? and read Exodus 33rd chapter from 18th onwards. അതെ, പുറപ്പാട് 33:18 What മുതൽ God വായിച്ചു said, നോക്കാം. ദൈവം എന്ത് പറഞ്ഞു? I'll be gracious to whom I'll be gracious. ഞാൻ കൃപ കാണിക്കേണ്ടവനോട് കൃപ കാണിക്കും. I'll be merciful to whom I'll be merciful. ഞാൻ ദയ കാണിക്കേണ്ടവനോട് ദയ കാണിക്കും. Come and stand near by my side. എന്റെ വശത്ത് വന്ന് നിൽക്കുക. There is a cleft of rock. അവിടെ ഒരു പാറയുടെ വിള്ളലുണ്ട്. I will place you there. ഞാൻ ആ വിള്ളലിൽ നിന്നെ My right hand will cover you. എന്റെ മഹിമ എന്റെ കരം നിന്നെ മൂടും. Then you will be seeing my back. എന്റെ പുറം മാത്രം നീ കാണും. After having this experience, what happened? ഈ അനുഭവത്തിന് ശേഷം എന്ത് സംഭവിച്ചു? Moses' face became glory. മോശയുടെ മുഖത്തെ ത്വക്ക് പ്രകാശിക്കുന്നു. Shining. പ്രകാശിക്കുന്നു. Now don't ask God to, God, show me your face. Don't ask like that. ദൈവമേ അങ്ങയുടെ മുഖം കാണിക്കണമെന്ന് വഴക്കുണ്ടാക്കരുത്. But this is the easy method. ഇതാണ് എളുപ്പ വഴി. Just to ask God, Lord, show me your glory. കർത്താവേ അങ്ങയുടെ മഹത്വം എന്നെ കാണിക്കുക. The more you ask to see glory, മഹത്വം കാണണമെന്ന് പ്രാർത്ഥിക്കും തോറും எனக்கு மகிமையை காட்டுங்கன்னு சொன்னாலே முகத்தை பார்த்துருவீங்க. മഹത്വം കാണണം നീ പ്രാർത്ഥിച്ചാൽ മുഖം കണ്ടിരിക്കും. Hallelujah. 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 You know what God testified about Moses? ദൈവം മോശയെ പറ്റി എന്ത് പറഞ്ഞു? If you read Numbers 12 chapter 6th verse, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ தேவன் சொன்னது என்ன தெரியுமா? ദൈവം എന്ത് പറഞ്ഞു? அவன் ஒரு தீர்க்கதரிசியாய் இருந்தால் நான் மறைமுகமாய் சொப்பனத்தில் பேசியிருப்பேன். അവൻ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ ഞാൻ അവനോട് മാർമികമായി സ്വപ്നങ്ങളിൽ സംസാരിച്ചു. அவன் என் வீட்டில் எங்கும் உண்மையுள்ளவன். അവൻ എന്റെ ഭവനത്തിലെല്ലാം വിശ്വസ്തനായതുകൊണ്ട് நான் மறைமுகமாய் அவனிடத்தில் பேசவில்லை. ഞാൻ അവനോട് മാർമികമായി അല്ല സംസാരിക്കുന്നത്. മുഖമുഖമായി பேசினேன். മുഖാമുഖമായി സംസാരിക്കും. മുഖമുഖമായി பேசினேன். മുഖാമുഖമായി സംസാരിക്കും. Hallelujah. Hallelujah. Ask God to show his glory. ദൈവമേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണണമെന്ന് പ്രാർത്ഥിക്കുക. The grace will come. കൃപ വരും. The grace will come. കൃപ വരും. The fire will come. തീ വരും. And will be seeing the face of God. അപ്പോൾ ദൈവമുഖം നീ കാണും. And he will not move. അവൻ ചലിക്കത്തില്ല. Without showing his face. നിന്റെ മുഖം അവന്റെ മുഖം നിന്നെ കാണിക്കാതെ ചലിക്കത്തില്ല. You also don't move today from here
unless you see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണാതെ ഇവിടെ നിന്ന് ചലിക്കരുത്. Hallelujah. Hallelujah. How to see the glory of God? എങ്ങനെയാണ് ദൈവ മഹത്വം കാണുന്നത്? If you read 2 Chronicles 7th chapter first 3 verses. രണ്ട് ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചാൽ Solomon built the temple of God. ശലോമോൻ ദേവാലയം പണിതു. And upon the altar the sacrifice was there. അതെ, ആ യാഗപീഠത്തിന്റെ മേൽ യാഗമുണ്ടായിരുന്നു. And Solomon lifted his hand. ശലോമോൻ കരങ്ങൾ ഉയർത്തി, God, ദൈവമേ, ദൈവമേ, have mercy upon us. ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ. Send your glory. അങ്ങയുടെ മഹത്വം ഇറക്കണമേ. അങ്ങയുടെ മഹത്വം ഇറക്കണമേ. അങ്ങയുടെ മഹത്വം ഇറക്കണമേ. Bible says the glory filled the temple of God. ദൈവവചനം പറയുന്നു ആ ദേവാലയം മുഴുവൻ ദൈവ മഹത്വത്താൽ നിറഞ്ഞു. Even the servants of God could not tolerate the glory. ദൈവ സാന്നിധ്യം അവിടുത്തെ ദൈവദാസന്മാർക്കും വഹിക്കുവാൻ They കഴിഞ്ഞില്ല. were not able to stand. അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. And the glory of God filled any temple. ദൈവത്തിന്റെ ആലയത്തെ ദൈവ മഹത്വം നിറയ്ക്കുമ്പോൾ, The glory of God fills any church. ഏത് സഭയും ദൈവ മഹത്വം നിറയ്ക്കുമ്പോൾ, The glory of God fills any room. ഏതെങ്കിലും മുറി ദൈവ മഹത്വത്താൽ You നിറയുമ്പോൾ cannot stand. അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. You cannot stand. അവിടെ നിൽക്കുവാൻ You കഴിയത്തില്ല. cannot stick at the floor. നിന്റെ കാല് നിലത്തുറയ്ക്കത്തില്ല. You will be moving. നീ ചലിച്ചുകൊണ്ടിരിക്കും. Hallelujah. 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 Amen. Amen. The glory of God, it is going to fill the temple of real temple. ഈ നമ്മുടെ ശരീരങ്ങളാകുന്ന ദേവാലയങ്ങളെ ദൈവത്തിന്റെ മഹത്വം നിറയ്ക്കുവാൻ God കഴിയും. is the temple of നിന്റെ God. ശരീരമാണ് ദേവാലയം. Allow the glory to fill you. ഈ മഹത്വം നിന്നെ നിറയ്ക്കുവാൻ Allow അനുവദിക്കുക. the glory to fill you. മഹത്വം നിന്നെ നിറയ്ക്കുവാൻ അനുവദിക്കുക. Oh. അപ്പോൾ Hallelujah. Hallelujah. Today the world wind, it is going to come upon you. ഇന്ന് കൊടുങ്കാറ്റ് നിന്റെ മേൽ വരുവാൻ പോകുകയാണ്. The world wind will bring the fire of God. ആ കൊടുങ്കാറ്റ് ദൈവീയ അഗ്നി കൊണ്ടുവരും. There was a prophet called Ezekiel. എസേക്കിയേൽ എന്ന പ്രവാചകൻ The ഉണ്ടായിരുന്നു. first chapter, 4th verse, it says. 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു. And he was able to see the world wind was bringing the fire. അതെ, ആ ചുഴലിക്കാറ്റിൽ ഇതാ ദൈവത്തിന്റെ തീ ഇറങ്ങി വരുന്നു. If you read 13th verse, 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ from that fire, ആ തീക്കകത്തൂന്ന് the lightning was coming. അതിനകത്തൂന്ന് അതെ വെളിച്ചം മിന്നുന്നു. Do you know the shape of your life? നിന്റെ ജീവിതത്തിന്റെ രൂപം അറിയാമോ? Do you know the shape of the living cells? നിന്റെ ജീവിതത്തിന്റെ കോശങ്ങളുടെ രൂപം അറിയാമോ? What is the image Bible says? ബൈബിൾ എന്ത് പറയുന്നു? Fire. തീ, Fire. തീ, The lightning. വെളിച്ചം, Lightning. വെളിച്ചം. And when he was looking towards that vision, ആ വെളിപ്പാട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ he was able to see the wheels of fire. അതെ, അഗ്നിയുടെ ചക്രങ്ങൾ കണ്ടു. And the wheels of fire coming like bring forth many wheels of fire. ഒരു ചക്രത്തിൽ അനേക ചക്രങ്ങൾ. Wheels of fire, it has the power to bring many wheels of ഒരു fire. ചക്രത്തിൽ അനേക ചക്രങ്ങൾ. What is the meaning of that? അതിന്റെ അർത്ഥം എന്ത്? If the fire comes and touches your cells, നിന്റെ ശരീരത്തിലെ കോശങ്ങളെ അത് തൊട്ടാൽ, do you know what the name is given for your spirit? നിന്റെ ആത്മാവിന്റെ പേരെന്തുവാണ്? It's a candle of God. അതെ, ഇത് ദൈവത്തിന്റെ വിളക്കാണ്. Proverbs 20 chapter 27th verse, it says. സദൃശവാക്യം 20-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു. The human spirit, it is like a candle of God. അതെ, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ഒരു തിരി പോലെ, ദൈവത്തിന്റെ അഗ്നി പോലെയാണ്. Let it burn. അത് കത്തുമ്പോൾ Let it come out. അത് പുറത്തു വരും. Move by the fire of God. ആത്മാവിന്റെ തീയാൽ ചലിക്കും. Hallelujah. Hallelujah. When you receive the fire of God, നീ ആത്മാവിന്റെ തീ പ്രാപിക്കുമ്പോൾ, and you will move like a wheel of fire. നീ ഒരു തീയുടെ ചക്രം പോലെ Moving ചലിക്കും. from place to place. ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. Flying from one country to another ഒരു country. രാജ്യത്തിൽ നിന്ന് അടുത്ത രാജ്യത്തിലേക്ക്. Hallelujah. Hallelujah. Your spirit can travel. നിന്റെ ആത്മാവിന് ചലിക്കുവാൻ കഴിയും. Your soul can travel. നിന്റെ ദേഹിക്ക് ചലിക്കുവാൻ That's കഴിയും. the wonderful miracle working power. അതാണ് അത്ഭുതത്തിന്റെ ദൈവശക്തി. This is second day. ഇത് രണ്ടാമത്തെ The ദിവസം. double measure of blessings is going to come upon you. ഇരട്ടി പന്തഭിഷേകം ദൈവം നിന്റെ മേൽ പകരട്ടെ. Hallelujah. Hallelujah. You can run like Elijah and Elisha. ഏലിയാവിനെയും എലീശയെയും പോലെ നിനക്ക് ഓടുവാൻ കഴിയും. That's a wonderful experience. അതൊരു നല്ല അനുഭവമാണ്. That's a wonderful experience. അതൊരു നല്ല അനുഭവമാണ്. Amen. ആമേൻ. Many years back, അനേക വർഷങ്ങൾക്ക് മുമ്പ് I went to a place called Satan Kolam at Tirunelveli. തിരുനെൽവേലിയിൽ സാത്താൻകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് After finishing 3 days meeting, 3 ദിവസത്തെ മീറ്റിംഗിന് ശേഷം one elderly woman came to me. എന്റെ അടുക്കൽ ഒരു പ്രായമുള്ള സ്ത്രീ വന്നു. And he held my hand. എന്റെ കൈ പിടിച്ചു. You must come to my house. എന്റെ വീട്ടിൽ വരണം. Okay, I went to that house. ഞാൻ ആ വീട്ടിൽ ചെന്നു. I sat there. ഞാൻ അവിടെ ഇരുന്നു. She was running here and there and preparing Bonvita for me. എനിക്ക് വേണ്ടി ബോൺവിറ്റ ഉണ്ടാക്കാൻ അവിടെ ഇവിടെ എല്ലാം ഓടുകയാണ്. She brought Bonvita. ബോൺവിറ്റ കൊണ്ടുവന്നു. I took that Bonvita. ഞാൻ ആ ബോൺവിറ്റ എടുത്തു. Suddenly she pulled back and ran inside. പെട്ടെന്ന് ആ ബോൺവിറ്റ
വലിച്ചെടുത്ത ഒറ്റ ഓട്ടം. And I asked her husband, ഞാൻ ആ ഭർത്താവിനോട് what ചോദിച്ചു, happened? What happened? നിന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? Ayyo, by seeing you, instead of putting Bonvita powder, coriander powder, she... നിന്നെ കണ്ടോണ്ട് പേടിച്ച് ബോൺവിറ്റ പൗഡറിന് പകരം വേറെ എന്തോ പൗഡർ ഇട്ടു, മല്ലിത്തൂള പോട്ടിരുச்சு, മല്ലിപ്പൊടി ഇട്ടു. ഒരു ஊழியக்காரனை பார்த்த உடனே அந்த அம்மாவால நிக்க முடியல. ഒരു ദൈവദാസനെ കണ്ടപ്പോൾ ആ അമ്മച്ചിക്ക് പൊടി മാറിപ്പോയി. If the Almighty God, if He comes like a fire, നിത്യനായ ദൈവം അഗ്നി പോലെ ഇറങ്ങിയാൽ will you stand? നിനക്ക് നിൽക്കുവാൻ കഴിയുമോ? No, നിൽക്കത്തില്ല. you cannot. നിൽക്കാൻ കഴിയത്തില്ല. You cannot. നിൽക്കാൻ കഴിയത്തില്ല. The fire, it is going to move you. നിന്നെ അത് ചലിപ്പിക്കും. Hallelujah. 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 There are so many fire I can teach you. അനേക അഗ്നികളെ പറ്റി പഠിപ്പിക്കാൻ കഴിയും. But finally, let me tell you about the good fire. ഞാൻ ഒരു നല്ല തീയെ പറ്റി പറയട്ടെ. The fire which stopped the wrath of God. ദൈവത്തിന്റെ കോപത്തെ നിർത്തിയ തീ. If you read 1 Chronicles 21st chapter, 21-ാം അധ്യായം 1 ദിനവൃത്താന്തം, the Satan evil power, സാത്താന്റെ ശക്തി, സാത്താൻ ദാവീദിനെ തൂണ്ടുനാണ്. സാത്താൻ ദാവീദിനെ വന്ന് സ്പർശിച്ചു. സാത്താൻ അവനുடைய ഇരുദയത്തെ തൂണ്ടിനാൻ. അവന്റെ ഹൃദയത്തെ സാത്താൻ ചലിപ്പിച്ചു. And David started to count. സാത്താൻ അഹങ്കാരം numbers. Suddenly God's wrath came. ദാവീദ് ജനത്തെ എണ്ണുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കോപം വന്നു. One angel, God sent one angel. ദൈവം ഒരു ദൂതനെ അയച്ചു. One angel. ഒരു ദൂതൻ with the sword of the Lord. ദൈവത്തിന്റെ വാളുമായി. He was standing between the heaven and the earth. ഭൂമിക്കും ആകാശത്തിന്റെ നടുവിൽ നിൽക്കുന്നു. Many people were falling down. അനേകർ മരിച്ചു വീഴുന്നു. Immediately അപ്പോൾ David cried. ദാവീദ് He അലച്ചു built കരഞ്ഞു. an altar പെട്ടെന്നൊരു യാഗപീഠം പണിതു. and he cried. കരഞ്ഞു. When the burning fire was there, അവിടെ ദഹിക്കുന്ന അഗ്നി ഉണ്ടായിരുന്നു. God came like a fire. ദൈവം ഒരു തീയെന്ന് ഇറങ്ങി വന്നു. God said ദൈവം പറഞ്ഞു to that angel, ദൂതനോട് പറഞ്ഞു, angel, ദൂതാ, stop the wrath. ഈ കോപം നിർത്ത്. Put back your sword in the sheath. നിന്റെ വാൾ വീണ്ടും നിന്റെ അരയ്ക്ക് കെട്ട്. Put back. വാൾ പിൻവലിക്ക. What is that grace? എന്തു കൃപയാണ്? What is that grace? അത് എന്തു കൃപയാണ്? 2000 years ago, 2000 വർഷങ്ങൾക്ക് when Lord മുമ്പ് Jesus came into this world, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ, when the people came to take him for the cross, ക്രൂശീകരണത്തിനായി യേശുവിന്റെ കൈകൾ കെട്ടിക്കൊണ്ടുപോയപ്പോൾ Peter took his knife. പത്രോസ് അവന്റെ വാൾ എടുത്തു. Unfortunately, he cut the only ear. വെട്ട് ശരിയാകാഞ്ഞതുകൊണ്ട് ഒരു ചെവി മാത്രമേ മുറിഞ്ഞുള്ളൂ. God said, Jesus said, യേശു പറഞ്ഞു, come on, put back your sword. നിന്റെ വാൾ മടക്കിയെടുക്ക്. That's the prophecy. അതൊരു പ്രവചനമായിരുന്നു. If you read Jeremiah 48 chapter 10th verse, യെരമ്യാ 48-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, what it says, cursed is the man who put back his sword without shedding the blood. അതെ, രക്തം ചൊരിയാതെ വാൾ തിരികെ എടുക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. இந்த கூர்க்காலாம் இருக்கிறாங்களே, பட்டயத்தை எடுத்துட்டாங்கன்னா ரத்தம் சிந்தலன்னு இப்படி கிழிச்சிட்டு ரத்தத்தை போட்டுக்குவாங்களாம். என்ன சொல்றாங்க? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗൂർഖമാർ അവര് അഥവാ വാൾ എടുത്താൽ പിന്നെ രക്തം ഒഴിക്കാതെ അവര് വാൾ തിരിച്ചു വെക്കത്തില്ല. അതുകൊണ്ട് സ്വന്തം കയ്യെങ്ങാനും അവര് മുറിച്ച് രക്തം അവര് നെറ്റിക്ക് പുരട്ടും. ബൈബിൾ என்ன சொல்லி இருக்கு தெரியுமா? ബൈബിൾ എന്ത് പറയുന്നതെന്ന് അറിയാമോ? பட்டயத்தை எடுத்துட்டா ரத்தம் சிந்தணுமா. നീ വാൾ എടുത്താൽ രക്തം ചൊരിഞ്ഞിരിക്കണം. இல்லைன்னா அவன் நல்ல யுத்த வீரனே கிடையாது. അവൻ ഇല്ലെങ്കിൽ ഒരിക്കലും യുദ്ധവീരനായി മാറത്തില്ല. அடுத்தவன் இவனை கொன்னுடுவான். അവനെ അടുത്തവൻ കൊന്നിരിക്കും. കർത്തരുடைய വേലയെ അസതിയാ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. ദൈവത്തിന്റെ വേല മോശമായി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആனா ഇത് ഒരു ദീർഘദർശനം. ഇതൊരു വെളിപ്പാടാണ്. அதுதான் இயேசுனுடைய காலம் நடந்தது. അതാണ് യേശുവിന്റെ കാലത്ത് നടന്നത്. പേതുരു, പത്രോസേ, உன்னுடைய பட்டயத்தை உரையில போடு. നിന്റെ വാൾ തിരിച്ചു എടുക്ക. എല്ലാ ശാപത്തെ ഞാൻ എടുത്തുകൊള്ളുറേൻ. ഞാൻ എല്ലാ ശാപവും നിനക്കായി വഹിക്കാം. എല്ലാ ശാപത്തെ ഞാൻ എടുത്തുകൊള്ളുറേൻ. നിന്റെ ആ ശാപവും ഞാൻ വഹിക്കാം. ഞാൻ മരിക്കും. ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. ഇത് പട്ടയം ഉറയില ഇരിക്കக்கூடிய നാட்கள். ഇത് ആ ഒരു കാലമാണ്. ഇത് കൃപയുടെ നാட்கள். ഇത് ദൈവകൃപയുടെ കാലമാണ്. ആണ്ടവരുടെ റാത്തെല്ലാം നിർത്തപ്പെട്ടിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ കോപത്തെ നിർത്തിവെച്ചിരിക്കുന്ന കാലമാണ്. ഒരു നാൾ വരും. എന്നാൽ ഒരു ദിവസം വരും. இந்த கிருபை நாட்கள் முடிந்து விடும். ഈ കൃപയുടെ കാലം കഴിഞ്ഞ ശേഷം
If you read Isaiah 66th chapter 15th verse, യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ God will tell to his angels, one day, ദൈവദൂതന്മാരോട് പറയും, take your sword back, നിന്റെ വാൾ വീണ്ടും എടുക്ക, go, പോ, the time has come to take vengeance. അതെ, കോപത്തിന്റെ സമയം മടങ്ങി വന്നിരിക്കുന്നു. அப்போ அக்கினி இறங்குமா எல்லாம் அழிஞ்சு போயிடுவாங்க. അപ്പോൾ ഇറങ്ങുന്ന തീയിൽ എല്ലാവരും ദഹിക്കപ്പെടും. இப்ப கிருபையின் நாட்கள், ഇത് കൃപയുടെ കാലമാണ്. பாட்டையும் முறையில இருக்கக்கூடிய நாட்கள். ഇത് വാൾ പിൻവലിക്കുന്ന കാലമാണ്. நீங்கள் அக்கினியாக மாற வேண்டிய എന്നാൽ நாட்கள். നിങ്ങൾ അഗ്നികളായി മാറണം. எத்தனை பேருக்கு அந்த அக்கினி வேண்டும்? എത്ര പേർക്ക് ആ അഗ്നി വേണം? அக்கினி சக்கரங்களாக மாற போறீங்க. അഗ്നിയുടെ ചക്രങ്ങളായി മാറണം. Hallelujah. ഹല്ലേലൂയ. How to bring out the fire? എങ്ങനെയാണ് തീ പുറത്തു കൊണ്ടുവരുന്നത്? If you read Psalm 39:3, സങ്കീർത്തനം 39:3, if you meditate Jesus like fire in your heart, അതെ, നിന്റെ ഹൃദയത്തിൽ നീ ദൈവത്തെ യേശുവെ ധ്യാനിച്ചാൽ that fire will come out. ആ തീ പുറത്തു വരും. The fire will come out in your mouth. ആ തീ നിന്റെ വായിൽ കൂടെ പുറത്തു വരും. Then every prayer will bring miracle. എല്ലാ പ്രാർത്ഥനയിലും അത്ഭുതം. Every touch will bring miracle. എല്ലാ സ്പർശനയിലും അത്ഭുതം. Move with the fire. ദൈവ തീയിൽ നടക്ക്. There are pillars of fire. അവിടെ ദൈവ തീയുടെ There are പില്ലറുകളുണ്ട്. wheels of fire. അവിടെ അഗ്നിയുടെ ചക്രങ്ങളുണ്ട്. Zechariah 2nd chapter 8th verse says. സക്കറിയ 5th verse. 2-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, There is a wall of fire. ഒരു അഗ്നിയുടെ മതിൽ. There is a wheel. There is a river of fire. അതെ, അഗ്നിയുടെ നദി. If you read Daniel 7th chapter 9th verse onwards, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം there 9-ാം വാക്യം, is a river of fire. അവിടെ അഗ്നിയുടെ നദിയുണ്ട്. Now today, ഇന്ന് you are going to take baptism in the river of fire. നാം അഗ്നിയുടെ നദിയിൽ സ്നാനം കഴിക്കുവാൻ പോകുകയാണ്. Are you willing to receive that baptism of fire? അതിന് നിങ്ങൾ തയ്യാറാണോ? What it is going to be happen right now? ഇപ്പോൾ എന്ത് സംഭവിക്കും? Stand, എഴുന്നേറ്റ് നിന്നാട്ടെ. remove 5 rows of chairs back. മുന്നിലത്തെ 5 റോ ചെയറുകൾ ദയവായി എടുത്ത് പുറകിലേക്ക് Just മാറ്റിയാട്ടെ. move or take 5 rows of chairs. മുന്നിലത്തെ 5 റോ ചെയറുകൾ മാത്രം ദയവായി എടുത്ത് മാറ്റിയാട്ടെ. Do it quickly. വേഗം ചെയ്യണമേ. Now we are going to pray. നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. Stand wherever you are. നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുക. That fire will work. ആ തീ പ്രവർത്തിക്കും. Baptism of fire will work. അഗ്നി അഭിഷേകം, അഗ്നി സ്നാനം ഇവിടെ പ്രവർത്തിക്കും. That fire will bring you to the front. ആ തീ നിന്നെ മുൻപിലേക്ക് കൊണ്ടുവരും. That fire will bring you to the front. Thank ഈ you. തീ നിന്നെ മുൻപിലേക്ക് കൊണ്ടുവരും. The fire will do something ആ അഗ്നി supernatural. ചിലതൊക്കെ അത്ഭുതം പ്രവർത്തിക്കും. Supernatural visions will come. അതെ, വെളിപ്പാടുകൾ വരും. ഈ The കശാരകൾ whirlwind will come and fall. ഒരു കൊടുങ്കാറ്റെന്ന ചുഴലിക്കാറ്റെന്ന പോലെ നിന്റെ മേൽ വന്ന് And വീഴും. you will be changed like a whirlwind. ഒരു അത്ഭുതം നിന്റെ മേൽ, ഒരു ചുഴലിക്കാറ്റെന്ന പോലെ നിന്റെ You മേൽ will വരും. be carried into God's spirit. നീ ആത്മാവിലേക്ക് എടുക്കപ്പെടും. ആ കശാരകൾ Something will be happening here. ഇവിടെ എന്തോ ഒരു അത്ഭുതം ദൈവം ചെയ്യും. Stand wherever. Don't come to the front. നിങ്ങൾ ഇപ്പൊ മുന്നിലേക്ക് വരരുത്. Don't come to the front. നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നാട്ടെ. Let the fire bring you ആ to the front. തീയുടെ അനുഭവം നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരട്ടെ. Hallelujah. ഹല്ലേലൂയ. You cannot stand where you are. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാതാകും. That fire will bring you here. ആ തീ നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരും. The fire will bring you here. ആ തീ നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. When you sing that Parishuthatma, that same song, ആ പരിശുദ്ധാത്മാവെ ശക്തി പകരണം എന്നുള്ള പാട്ട് പാടുമ്പോൾ that and the പരിശുദ്ധ ആവിയാണവരെ ഉങ്ങളെ ഇഴുക്ക ആരംഭിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരും. Not me or ഞാനല്ല. pastor. ഞങ്ങൾ ആരുമല്ല. நாங்கள் யாருமல்ல. ഞങ്ങൾ ആരുമല്ല. ஏற்கனவே வல்லமை பயிற்சி எடுத்த ஊழியக்காரர்கள் அன்பின் ஊழியத்திலிருந்து வந்திருக்கிறீர்கள் எனக்கு உதவி செய்ய. கரங்களை உயர்த்தி காட்டுங்கள் பார்க்கலாம். அன்பின் ஊழியத்தில் பயிற்சி எடுத்த ஊழியக்காரர்கள் ஏற்கனவே அங்கே நிற்கிறீர்கள். இந்த நேரத்தில் நீங்கள் உதவி செய்ய ஆயத்தமாயிருங்கள். There are pastors also. Please help me. இங்க இருக்கக்கூடிய வாலண்டியர்ஸ் ப்ளீஸ், இங்க இருக்கக்கூடிய வாலண்டியர்ஸும் உதவி செய்யணும். ഇവിടെ വന്നിരിക്കുന്ന പാസ്റ്റേഴ്സും ട്രെയിനിങ് എടുത്തിരിക്കുന്ന ദൈവദാസന്മാരും ഇവിടെ നമ്മുടെ ചർച്ചിലെ വോളണ്ടിയേഴ്സും ഇപ്പൊ സഹായിക്കണം. நீங்களும் ஆவியில நிறையணும். നിങ്ങളും ആത്മാവിൽ നിറയണം. அதே நேரத்தில் மற்றவங்களுக்கு உதவி செய்யணும். മറ്റുള്ളവർക്ക് നിങ്ങൾ സഹായവും ചെയ്യണം. சகோதரிகளுக்கு உதவி செய்யணும். സഹോദരിമാർ സഹോദരിമാരെ സഹായിക്കണം. ஏன்னா இப்ப ஏதோ ஒன்று நடக்கும். ഇപ്പൊ എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോകുകയാണ്. ஆவியானவர் உங்களை இயக்க ஆரம்பிப்பார். പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കും. உங்களுடைய சரீரங்கள் இயங்க ஆரம்பிக்கும். നിങ്ങളുടെ ശരീരങ്ങളെ ചലിപ്പിക്കും. உங்களுடைய കാലുകൾ കരങ്ങൾ നിൽക്ക முடியாது. നിങ്ങളുടെ കൈയും കാലിലും ചലനം നിർത്താൻ കഴിയാതെ അഗ്നി ഇഴുത്തു കൊണ്ടുവരും. ഒരു ആത്മാവിന്റെ
തീയുടെ അഭിഷേകം നിങ്ങളെ മുന്നിലേക്ക് பரலோகம் திறக்கப்பட்டு விடும். ഇതാ സ്വർലോകം നിനക്ക് മീതെ சிங்காசனம் அக்கினி சிங்காசனம் உருவாகி விடும். അഗ്നിയുടെ സിംഹാസനം ഇതാ നിനക്ക് മീതെ நீங்கள் யாரையும் மற்றவங்களை வேடிக்கை பார்க்க നിങ്ങൾ வேண்டாம். ആരും അവിടെ ഇവിടെ നോക്കരുത്. நீங்கள் அக்கினியிலே ஜெபிக்க ஆரம்பித்து നിങ്ങൾ விடும். ആത്മാവിന്റെ തീയിൽ പ്രാർത്ഥിക്കുക. உள்ளத்தின் ஆழத்திலிருந்து ஒரு அக்கினியை தியானிக்க ஆரம்பித்து விடும். ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് ധ്യാനിച്ച് ദൈവത്തെ ആരാധിക്കുക. அப்படி அக்கினியிலே நிறைய 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 அவர்கள் முன்னாலே கொண்டு வந்து விடுங்க. അങ്ങനെ ആത്മാവിന്റെ അഗ്നിയിൽ നിറയുന്നവരെ മുൻപിലേക്ക് കൊണ്ടുവരിക. அக்கினியிலே விழுகிறவர்கள் எல்லாம் முன்னாடி கொண்டு வந்து விடுங்க. അഗ്നിയിൽ വീഴുന്നവരെ മുൻപിലേക്ക് കൊണ്ടുവരിക. இப்பொழுதே பாட ஆரம்பியுங்கள். ഇപ്പോൾ പാട്ട് പാടി ആരംഭിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണേ. Thank you Lord, thank you Lord, thank you. ആത്മാവേ ശക്തി 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 ശക്തി. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകരണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവേ നീ അറിയുള്ളൂ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സഹോദരികൾ സഹോദരികൾക്ക് ഒതുവി ചെയ്യുക. സഹോദരിമാർ സഹോദരിമാരെ സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് ഒതുവി ചെയ്യുക. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Amen. Fire, 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 fire. Good. Yeah. Something happening there. There. Thank you Lord. Thank you Lord. Thank you Lord. Thank you Lord. Something happening there. Fire. 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 Jesus. 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 Whoa. Fire. 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 ആത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ വല്ലഭേ ശക്തി അഗ്നി അഗ്നി ഫയർ 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 അഗ്നി அந்த சகோதரர் அந்த சகோதரியை கொண்டு வந்து அந்த சகோதரியோட கொண்டு அந்த சகோதரி தேவனுடைய வல்லமை கிரியையை ஆரம்பித்து விட்டது. கர்த்தருடைய அக்கினி கிரியையை ஆரம்பித்து விட்டது. வல்லமை கிரியையை ஆரம்பித்து விட்டது. வல்லமை கிரியையை ஆரம்பித்து விட்டது. இதுவரை இல்லாத மகிமை, இதுவரை இல்லாத மகிமை, இதுவரை இல்லாத மகிமை ஆலயத்தை நிரப்புகிறது. ஆலயத்தை நிரப்புகிறது. ஆலயத்தை நிரப்புகிறது. நிரப்பு 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 அப்பா நிரப்பு 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 அக்கினி 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 அக்கினி
அங்க இருக்கக்கூடிய சகோதரிகள் இந்த பக்கம் வந்துருங்க சீக்கிரமா. ഈ ഇടതുവശത്ത് നിൽക്കുന്ന സഹോദരിമാർ വേഗം വലതുവശത്തോട്ട് വന്നാട്ടെ. ஏன்னா அங்க ஆண்கள் உங்களுக்கு உதவி செய்ய முடியாது. சீக்கிரம் சகோதரிகளுக்கு மத்தியில வந்து അവിടെ നിൽക്കുന്ന സഹോദരിമാർ അവിടുന്ന് മാറി വേഗം ഈ വശത്തോട്ട് വന്നാട്ടെ. எல்லா சகோதரிகளும் இப்படி வாங்க சீக்கிரம். സഹോദരിമാർ അവിടുന്ന് ദയവായി വേഗം. அங்க இருக்கிற அத்தனை சகோதரிகளும் வலது பக்கம் வந்துருங்க. സഹോദരിമാർ ഈ വശത്തേക്ക് വന്നാട്ടെ. சீக்கிரம் வந்துருங்க. சீக்கிரம் வந்துருங்க. இந்த பக்கம் വേഗം വേഗം വന്നാട്ടെ. சீக்கிரம் வந்துருங்க. அங்க உங்களுக்கு உதவி செய்வதற்கு யாரும் இல்ல. നിങ്ങളെ സഹായിക്കാനുള്ള സ്ത്രീകളില്ല. ദയവായി വലതുവശത്തേക്ക് വന്നാട്ടെ. இந்த சபை வாலண்டியர்ஸ் தயவு செய்து இந்த இடையில நில்லுங்க. സഭയിലെ വോളണ്ടിയേഴ്സ് ദയവായി നടുക്ക് നിൽക്കണമേ. வாலண்டியர்ஸ் வந்து இடையில நின்று கொள்ளுங்க. വോളണ്ടിയേഴ്സ് നടുക്ക് നിന്നാട്ടെ. ஆண்கள் அப்படி அந்த பக்கம் திரும்புங்க. പുരുഷന്മാർ ദയവായി ഇടതുവശത്ത് നിന്നാട്ടെ. ഞങ്ങളുടെ ഇടതുവശത്ത്. அந்த பக்கம் திரும்புங்க. அந்த பக்கம் திரும்புங்க. ആ വശത്തോട്ട് തിരിഞ്ഞാട്ടെ. பெண்கள் இந்த பக்கம் வந்துருங்க. ಸಹೋದರಿಮಾರ್ ಅಲ್ಲಿ ನಿಂತಿರುವ ಸಹೋದರಿಗಳು ದಯವಿಟ್ಟು ಈ ಕಡೆ ನನ್ನ ಬಲಗಡೆಗೆ ಬಂದ್ಬಿಡಿ. சீக்கிரம் இந்த பக்கம் வாங்க. ಸಹೋದರಿಗಳು ದಯವಿಟ್ಟು ಬೇಗ ಬಂದ್ಬಿಡಿ. உங்களை மெய் மறந்து போகிற நேரம் இதுதான். ಈ ಸಹೋದರ ಜೊತೆ ನಿಂತ್ಕೊಳ್ಳಬೇಡಿ. யாரையும் வேடிக்கை பார்க்க வேண்டாம். ಸಹೋದರಿಮಾರ್ ಮಾತ್ರ ಈ ಸ್ಥಳ ನಿನ್ನಾಟ. யாரையும் வேடிக்கை பார்க்க வேண்டாம். ആരും നോക്കണ്ട. இது இயற்கைக்கு அப்பாற்பட்ட அற்புதம் நடக்கிற ஒரு അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. உங்கள் சரீரங்கள் மாறிக்கொண்டிருக்கிறது. ഇപ്പോൾ ദൈവം ശരീരത്തെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. உங்கள் ரூபங்கள் மாறிக்கொண்டிருக்கிறது. രൂപത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ரூபங்கள் மாறிக்கொண்டிருக்கிறது. രൂപത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. உங்களுடைய காரியங்கள் மாறிக்கொண்டிருக்கிறது. കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നു. ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന് വ്യത്യാസം വരുന്നു. ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. രൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ അഗ്നി. ദൈവത്തിന്റെ തീ. 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 അഗ്നി. തീ. അഗ്നി. തീ. അഗ്നി. തീ. അഗ്നി. തീ. അഗ്നി. തീ. അഗ്നി. തീ. ഫയർ. തീ. ഫയർ. തീ. അഗ്നി. 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 ഫയർ. തീ. 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 വാനാദി വാനങ്ങൾ തിറക്കപ്പെട്ടു വിട്ടു. ആകാശത്തിന്റെ മേൽ തുറന്നിരിക്കുന്നു. വാനങ്ങൾ തിറക്കപ്പെട്ടു വിട്ടു. ഇപ്പോൾ സ്വർഗ്ഗത്തിന്റെ മേൽ തുറന്നിരിക്കുന്നു. നേരം ഉൻ ശരീരത്തെ മറന്നു വിടു. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നു. ഉൻ കരങ്ങൾ അഗ്നിയാக മാറുகிறது. കൈകൾ അഗ്നിയായി മാറുകയാണ്. ഹൃദയം അഗ്നിയാக മാറുகிறது. അഗ്നിയായി മാറുകയാണ്. നാക്ക് അഗ്നിയാக മാറുகிறது. അഗ്നിയായി മാറുകയാണ്. ശരീരം അഗ്നിയാக മാറുகிறது. ശരീരം തീയായി മാറുകയാണ്. എലുമ്പുകൾ അഗ്നിയാக മാറുகிறது. എല്ലുകൾ തീയായി മാറുകയാണ്. എലുമ്പുകൾ അഗ്നിയാக മാറുகிறது. എല്ലുകൾ തീയായി മാറുകയാണ്. നരമ്പുകൾ അഗ്നിയാக മാറുகிறது. എല്ലുകൾ തീയായി മാറുകയാണ്. നരമ്പുകൾ അഗ്നിയാக മാറുகிறது. നരമ്പുകൾ തീയായി മാറുകയാണ്. ശരീരം മാറുகிறது. ശരീരം മാറുகிறது. ശരീരം മാറുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു അഗ്നി. ഇതുവരെ ഇല്ലാത്ത ഒരു അഭിഷേകം. ഒരു അഗ്നി ചക്രം. ഒരു അഗ്നിയുടെ ചക്രം. അഗ്നി ചക്രം. അഗ്നിയുടെ ചക്രം വന്ന് ഇറങ്ങുகிறது. ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങുന്നു. അത് യേശുവാകിയ ചക്രം. യേശു എന്ന ചക്രം. യേശു. 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 അവരെ അഗ്നിയാக வருகிறார். അവർ അഗ്നിയായി ഇറങ്ങി വരുന്നു. മഹാപരിയ അഗ്നി. വലിയ തീ. മഹാപരിയ അഗ്നി. മഹാപരിയ അഗ്നി. വലിയ തീ. ഒരു ശരീരത്തെ മാറ്റുகிறது. നിന്റെ ശരീരത്തെ തൊട്ടുകൊണ്ടിരിക്കുന്നു. രൂപത്തെ മാറ്റുகிறது. നിന്റെ രൂപത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശക്തി. ശക്തി. വല്ലമേ. 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 ശക്തി. Thank you Lord. നന്ദി യേശുവേ. கொஞ்ச நேரம் அவர்களை விட்டு விடுங்க. விழுந்தவர்களை கொஞ்ச நேரம் விட்டு விடுங்க. താഴെ കിടക്കുന്നവരെ വിട്ടാട്ട്. விழுந்தவர்களை விட்டு விடுங்க. താഴെ കിടക്കുന്നവരെ വിട്ടാട്ട്. இது தேவனுடைய வல்லமை நேரம். இது ദൈവ ശക്തിയുടെ സമയമാണ്. ഒരു ബലത്ത അഗ്നി വല്ലമൈ മക്കൾ മേൽ ക്രിയ ചെയ്തുകൊണ്ട് ഒരു വലിയ ശക്തി ജനത്തിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. இப்போதே கட்டிகள் கூட மறைகிறது. ഇപ്പോൾ അത് കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എലുമ്പുകൾ മാറുகிறது. ഇപ്പോൾ എല്ലുകൾ സൗഖ്യമാകുന്നു. നരമ്പുകൾ മാറുகிறது. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളേക്കല്ല ഇൻறைக்கு അത്ഭുതം. നാളേക്കല്ല ഇന്ന് തന്നെ ദൈവം തുടങ്ങിക്കഴിഞ്ഞു. ഇൻறைக்கு അത്ഭുതം ആരംഭമായി. ഇന്ന് തന്നെ അത്ഭുതമായി തുടങ്ങിക്കഴിഞ്ഞു. ആരംഭമായി. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അത്ഭുതം ആരംഭമായി. അത്ഭുതം തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്ഭുതം ആരംഭമായി. അത്ഭുതം തുടങ്ങിക്കഴിഞ്ഞു. Thank you Lord. Thank you Jesus. വല്ലമയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഷീല എன்ற ഒരു സഹോദരി. ഷീല എന്ന സഹോദരി. ഷീല. ഷീല. യേശുവിന്റെ പേരെ ചൊല്ലി അழைக்கிறார். യേശുവിന്റെ പേർ വിളിക്കുന്നു. ഒരു ശരീരം മാറുகிறது. നിന്റെ ശരീരത്തിന്റെ ഒരു വ്യത്യാസം. എലുമ്പിൽ ഇരുന്ന വലി മറയ്கிறது. എല്ലുകളിനകത്ത് ഒരു ശക്തി. എലുമ്പിൽ ഇരുന്ന വലി മറയ്கிறது. നിന്റെ എല്ലുകളുടെ വേദന മാറുന്നു. ഇപ്പോഴേ മറയ്கிறது. ഇപ്പോൾ അത് മാറുന്നു. പുതിയ വല്ലമ ഇറങ്ങി വിട്ടു. ഒരു പുതിയ ബലം നിന്റെ മേൽ ഇറങ്ങുന്നു. ഷൈനി. 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 ഷൈനി.
ஷைனி என்ற ஒரு சகோதரி, എന്ന സഹോദരി ஷைனி ഷൈനി இயேசுடைய பேரை சொல்லி அழைக்கிறார். യേശുവിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു. உன்னுடைய துக்க நாட்கள் முடிந்து போனது. നിന്റെ ദുഃഖത്തിന്റെ കാലം കഴിഞ്ഞു. இனி பாடுகள் இல்லை உனக்கு. ഇനി നിനക്ക് പാടുകളില്ല. அந்த 7 வருடங்களாக 7 വർഷമായി ஒரு குடும்பம் பாதிக்கப்பட்டு விட்டது. നിന്റെ കുടുംബം നശിച്ചിരിക്കുന്നു. இயேசுவை தெரிந்து கொள்ளுகிறார். യേശു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. வர்கீஸ் വർഗീസ് வர்கீஸ் വർഗീസ് இன்னொரு சகோதரன் வர்கீ என்று ഒരു அழைப்பார். സഹോദരൻ വർഗീ എന്ന് ദൈവം വിളിക്കുന്നു. இயேசுவுடைய பேரை சொல்லி அழைக்கிறார். യേശുവിന്റെ പേര് വിളിക്കുന്നു. கர்த்தர் உங்களை உயர்த்த போகிறார். യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. குடும்பத்தின் சூழ்நிலைகள் மாற നിന്റെ போகிறார். കുടുംബത്തിലെ ശൂന്യതകൾ മാറ്റുന്നു. மேத்யூ என்ற ஒரு சகோதரன் മാത്യു എന്ന സഹോദരൻ கடந்த 7 வருடங்களாக 7 വർഷമായി நீங்கள் எதை எடுத்தாலும் தோல்விகள், നീ എന്ത് ചെയ്താലും തോൽവി. ஒரு பய உணர்வு உனக்குள் காணப்படுகிறது. നിന്റെ അകത്തൊരു വലിയ ഭയം കാണുന്നു. இயேசுவுடைய பேரை சொல்லி அழைக்கிறார். യേശു നിന്റെ പേര് വിളിക്കുന്നു. ஜார்ஜ் என்ற ஒரு சகோதரன் ജോർജ് എന്നൊരു സഹോദരൻ 2 முறை 2 പ്രാവശ്യം உங்களுடைய எதிர்காலத்தை நினைத்து நீங்கள் எடுத்த முயற்சி தோல்வியாகிவிட்டது. നീ ചെയ്ത നിന്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ തോറ്റുപോയി. வேலை ஸ்தலத்துல எப்பொழுதும் போராட்டம். നീ നിന്റെ ജോലി സ്ഥലത്ത് എപ്പോഴും പോരാട്ടം. ஜார்ஜ் இயேசு உங்களை பேர் சொல்லி அழைக்கிறார். യേശുവിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു. கர்த்தர் உங்களை உயர்த்த போகிறார். കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുന്നു. அவர் உங்களை കട്ടുവേൻ என்று சொல்லுகிறார். കർത്താവ് നിന്നെ തൊടുന്നു എന്ന് அவர் പറയുന്നു. உங்களை നാട്ടുவேൻ என்று சொல்லுகிறார். കർത്താവ് നിന്നെ സ്ഥാപിക്കുമെന്ന് പറയുന്നു. இனி உனக்கு பயம் இல்லை. ഇനി നിനക്ക് പേടിയില്ല. இனி உனக்கு பயம் இல்லை. ഇനി നിനക്ക് ഭയമില്ല. ஹalleluya ഹല്ലേലൂയ ஹalleluya ഹല്ലേലൂയ. மேரி குட்டி കുട്ടി இயேசுவுடைய பேரை சொல்லி அழைக்கிறார். യേശുവിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു. கர்த்தருடைய அழைப்பு உனக்கு வந்து விட்டது. ദൈവത്തിന്റെ വിളി നിന്റെ മേൽ വന്നിരിക്കുന്നു. சாரா സാറാ சாரா உங்கள் வயிற்றிலே இருந்த பிரச்சனை நீங்குகிறது. നിന്റെ വയറ്റിലെ രോഗം ദൈവം സൗഖ്യമാക്കുന്നു. இனி குழப்பங்கள் இல்லை. ഇനി കുഴപ്പങ്ങളില്ല. இனி பிரிவினின் ஆவிகள் இல்லை. ഇനി പ്രശ്നത്തിന്റെ പ്രശ്നമില്ല. உங்களை உயர்த்த போகிறார். ദൈവം നിന്നെ ഉയർത്തുന്നു. கர்த்தர் உங்களை நாட்டுவேன் என்று കർത്താവ് சொல்லுகிறார். നിന്നെ നാട്ടുവാൻ പോകുന്നു. സാറാ இயேசு உங்களை உயர்த்த போகிறார். യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ஒரு சகோதரனுடைய பெயர் ஓமனா. ഓമന എന്ന സഹോദരൻ. உன்னுடைய பழைய பெயர் ஓமனா. നിന്റെ പഴയ പേര് ഓമന. இப்பொழுது கர்த்தர் உனக்கு புது ரூபத்தை கொடுக்கிறார். ദൈവം നിനക്ക് ഒരു പുതിയ രൂപം തരുന്നു. ஓமனா ഓമന கர்த்தர் உன்னை உயர்த்த போகிறார். കർത്താവ് നിന്നെ ഉയർത്തുന്നു. உன் நெஞ்சில இருக்கிற வலி நீங்குகிறது. നിന്റെ നെഞ്ചിലെ പ്രശ്നം ദൈവം മാറ്റുന്നു. இயேசுவே യേശുവേ இந்த ஜனங்களை ஆசீர்வதி. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ஒவ்வொரு பிள்ளைகளையும் ஆசீர்வதி. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. பிரகாசிக்கப்படும். പ്രകാശിക്കപ്പെടട്ടെ. பிரகாசிக்கப்படும். പ്രകാശിക്കപ്പെടട്ടെ. ஆசீர்வதி. ആശീർവദിക്കണമേ. உடைய ஜனங்களின் ரூபத்தை மாற்றி விட்டு കർത്താവേ അവരുടെ രൂപത്തിന് മാറ്റം വരുത്തണമേ. இயேசுவின் நாமத்தினாலே. യേശുവിന്റെ നാമത്തിൽ ஆமென். ആമേൻ. எழுந்து நிற்போம். എല്ലാവരും എഴുന്നേറ്റ് നിന്നാ. எத்தனை பேர் அப்படி முன்னாலே ஓடி வந்தீங்க? எல்லாரும் தூக்குங்க, தட்டுங்க, எழுப்புங்க. എല്ലാരും തട്ടി എഴുന്നേപ്പിച്ചോട്ടെ. എത്ര சீக்கிரம் പേര് அப்படி மேடைக்கு வாங்க சீக்கிரம். താഴെ കിടക്കുന്നവരെല്ലാം എഴുന്നേപ്പിച്ച് கர்த்தருடைய வல்லமை பெற்றவங்க எல்லாம் மேடைக்கு மேலே ஏறி வாங்க. ശക്തി പ്രാപിച്ചവരെല്ലാം സ്റ്റೇಜಿನ ಮೇಲೆ ಬಂದಾಡಿ. സ്റ്റೇಜ್ ಮೇಲೆ ಬಂದ್ಬಿಡಿ. வல்லமை உங்களை இழுத்து வந்து ಶಕ್ತಿಯನ್ನು ಹೊಂದಿರುವವರು ದಯವಿಟ್ಟು ಸ್ಟೇಜ್ ಮೇಲೆ ಬಂದ್ಬಿಡಿ. பிடிங்க 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 அந்த சகோதரி. ആ സഹോദരിയെ പിടിച്ചാട്ട് പിടിച്ചാട്ട്. கர்த்தருடைய அக்கினி அநேகர் மேல் இறங்கியது. അനേകരുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങി. அக்கினியை பார்த்தவங்க எல்லாம் வாங்க மேடைக்கு. തീ കണ്ടവരെല്ലാം സ്റ്റേജിന് മേളിൽ വന്നാട്ട്. அக்கினியை பெற்றவங்க எல்லாம் மேடைக்கு வாங்க. സ്റ്റേജിന് മേളിൽ വന്നാട്ട്. பேர் சொல்லி அழைக்கப்பட்டவங்க எல்லாம் வாங்க. പേര് ദൈവം പേര് ചൊല്ലി വിളിച്ചവരെല്ലാം സ്റ്റേജിന് മേളിൽ വന്നാട്ട്. பேர் சொல்லி அழைக்கப்பட்டவங்க எல்லாம் வாங்க. സ്റ്റേജിന് മേളിൽ വിളിക്കപ്പെട്ടവർ വന്നാട്ട്. கர்த்தருடைய அற்புதம் நடந்து கொண்டே இருக்கு. കർത്താവിന്റെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. கர்த்தருடைய அற்புதம் நடந்து கொண்டே இருக்கு. കർത്താവിന്റെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. பேர் சொல்லி அழைக்கப்பட்டவங்க எல்லாம் வாங்க. പേര് ചൊല്ലി വിളിക്കപ്പെട്ടവർ വന്നാൽ இது கர்த்தருடைய அற்புதத்தின் வல்லமை நேரம். ഇത് അത്ഭുതത്തിന്റെ സമയം. ஹalleluya ഹല്ലേലൂയ ஹalleluya ഹല്ലേലൂയ. கம் சிஸ்டர், உங்களுடைய அனுபவம் என்ன? സിസ്റ്ററിന്റെ അനുഭവം എന്തുവാ? ஐயா அந்த மைக் நீங்க வச்சுங்க. உங்க அனுபவம் என்ன? സിസ്റ്ററിന്റെ അനുഭവം എന്തുവാ? என்ன? வாட் இஸ் யுவர் எக்ஸ்பீரியன்ஸ்? என்ன நடந்துச்சு உங்களுக்கு? എന്തുവാ നടന്നത് സിസ്റ്ററിന്? அற்புத சக்தி வந்தது. தாங்க முடியாத ஒரு வல்லமையை பாருங்கள். വഹിക്കുവാൻ കഴിയാത്ത ഒരു ശക്തി നോക്ക്. பெற்றுக்கொள். மீண்டும் அந்த மகிமை പ്രാപിച്ചോ 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 Fire we പ്രാപിച്ചോ blow. Fire we blow. പ്രാപിച്ചോ. Come on, come here sister. Come here. What is your experience? ആന്റിയുടെ അനുഭവം എന്തുവാ? உங்கள் அனுபவம் என்ன? ആന്റിയുടെ അനുഭവം എന്തുവാ? അത്യന്ത ശക്തി എന്റെ മേല് வந்து പാദം വരെയും ഇറങ്ങിക്കൊണ്ടേയിരുന്നു. ஜீசஸ் தேவனுடைய மகிமை இறங்குகிறார். ദൈവത്തിന്റെ മഹത്വം மீண்டும் இறங்குகிறது. വീണ്ടും ഇറങ്ങുന്നു. இறங்குகிறது அந்த இறங்குന്നു. மகிமை. Fire. Fire. തീ. Fire. തീ. வாங்கள் சகோதரியே. Come വന്നാട്ടെ here. സഹോദരി. உங்களுடைய அனுபவம் என்ன? വട്ടത്തിൽ ഇങ്ങനെ ஆமா. അഗ്നി அக்கினி. തീ വട്ടത്തിൽ Oh എന്നെ glory. തല ചുറ്റി கரங்களை தட்டி கொண்டே இருங்கள். தட்டுங்கள் தட்டுங்கள். കരങ്ങൾ Fire. അടിച്ച് കരങ്ങൾ അടിച്ച്. ஓ இது தேவனுடைய அக்கினி. இது ദൈവത്തിന്റെ തീ. கர்த்தருடைய அக்கினி. ദൈവത്തിന്റെ തീ. என்ன? ಕಣ್ಮುಚ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಬೆಂಕಿ ಇಳಿದಂತಾಯ್ತು. ಮುಖದ ಮೇಲೆಲ್ಲ ಬೆಂಕಿ. ஓகே. கரங்களை தட்டுங்கள். This is God's wonderful experience. കരങ്ങളെ അടിച്ചാട്ടെ. ഇത് അത്ഭുതമാണ്. வாருங்கள் வாருங்கள் சீக்கிரமா. ஒரு வார்த்தை சொல்லுங்கள். ஒரு வார்த்தை மட்டும் சொல்லுங்கள். ഒരു വാക്കിൽ പറഞ്ഞാട്ടെ. சொல் மகளே. சொல். Thank you Lord. கரங்களை தட்டுங்கள். இந்த தாங்க முடியாத தேவ அக்கினி. Fire. எடுத்து விடுங்கள். அடுத்தவங்க 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 அடுத்தவங்க. Come on.
அடுத்த വ്യക്തി വന്നാട്ടെ. വേഗം വേഗം. என்ன ஒரு வார்த்தை மட்டும் தான் சொல்லணும். கொண்டு போங்க கீழே. தேவனுடைய ஆக்கினை. തീയുടെ അനുഭവം എൻ്റെ ശരീരത്തിൽ വന്ന് നിൽക്കാൻ വയ്യാത്തല്ലോ. உங்க பேர் என்ன? ആനി. கரங்களை தட்டுங்கள். தேவனுடைய அக்கினி ஃபயர். சிஸ்டர் கரங்களை. தேவனுடைய அக்கினி இது. உங்க அனுபவம் என்ன? சொல்லுங்க சீக்கிரம். இங்க நிக்க முடியாத ஒரு சக்தி என் மேல வந்து தேவனுடைய வல்லமையில இயங்குவாய் நீ. உங்க அனுபவம் என்ன? ஆண்டவர் கூப்பிட்டாரு, ஷீலான்னு சொன்னாரு. எனக்கு சரீரத்துல ப்ராப்ளம் இருந்துச்சு, ஒவ்வொரு நீர் கட்டி இருந்துச்சு, சரீரம் மாற போகிறதுன்னு சொல்லி நீங்க சொல்லி பேர் சொல்லி ஷீலான்னு அழைச்சிங்க. ஆண்டவருடைய சுகத்தை உணர்றீங்களா? கரங்களை தட்டி ஆர்ப்பரியுங்கள். கரங்களை அடிச்சு தெய்வத்தை ஸ்துதிக்க. Is it not wonderful? Lift your hands. கரங்களை உயர்த்து. Fire! இது தேவனுடைய அக்கினி. உன்னை இயக்குகிற சக்தி. உன் சரீரம் மாறி விட்டது. போ மகளே. வாருங்கள் வாருங்கள். Come here. Come here. What is your experience? Come on, tell. I saw angels bringing the fire upon me. Oh, glory. Oh, she was able to see the angels. Angels moving. Come here. What is your experience? ஓ எனக்கு நிக்காம ஐயா. நிக்காமடிடா. The fire. இது கர்த்தருடைய அக்கினி. வாருங்கள். What is your experience? Come on, tell. என் பேரான ஓமனா. கரங்களை தட்டுங்க. Oh, what a wonderful experience. Fire. This is God's touch. Come here. What is your experience? Come on. Varghese. கரங்களை தட்டுங்க. கரங்களை அடிச்சாட்டு. உங்களுடைய அனுபவத்தை சொல்லுங்க. அனுபவம் என்ன? When God called your name, what happened? Did you feel God's fire? Light my. Come on, கரங்களை தட்டுங்க. கரங்களை அடிச்சாட்டு. எல்லாரும் கரங்களை. Light of God. Oh, the Spirit of God says, fear not, my son. I have chosen you, not only you. Your generation will be blessed, and you'll be seeing wonders. You'll be carrying my healing virtue. Fire I blow in the name. നിന്റെ തലമുറകൾ എന്നെ സേവിക്കും. എന്റെ അത്ഭുതം നിന്റെ മേൽ കാണും. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. நான் ஜெபம் பண்ணி நின்னுறேன். ஒரு கொடை போல என் மேல ஒன்னு கவர்ந்து வந்து, அது கொடை இல்லைங்க, அது ஒரு மாதிரி நெருப்பு கொடை மாதிரி வந்து என்ன கீழே வந்து அப்படியே தூக்கி என்ன தள்ளி விட்டு. பேர் என்ன? வெங்கடேஷ். ஒரு இந்துவா நீங்க? இப்ப ஆண்டவர்ட்ட வந்திருக்கீங்களா? கரங்களை தட்டுங்க. Is it not wonderful? Lift your hands. Receive the fire. That is God's touch. உங்களுடைய அனுபவம் என்ன? நான் கோயம்புத்தூர்காரன். இங்க வந்து ஆர்டிஃபிஷியல் கால் போட்டிருக்குது. நான் அவசியத்தில் நினைச்சு குதிக்க முடியுமா நினைச்சேன். அங்கே குதிச்சு இது வரைக்கும் கொண்டாந்து ஸ்டேஜில் உழுந்து விட்டு நான் பாருங்க, இவருக்கு ஆர்டிபிஷியல் லெக் வைத்துக் கொண்டு குதிக்க முடியுமா நினைச்சாராம். அக்கினி இழுத்துட்டு வந்துருச்சான். கை தட்டுங்க. ஆர்டிஃபிஷியல் காலும் கொண்டு சாடி தெய்வத்தை ஸ்துதிச்சார். Wonderful. போதும். That's enough. அது போதும். அக்கினிக்குள்ளேயே இருங்க. Fire in the name of Jesus. உங்களுடைய அனுபவம் என்ன? நல்ல ப்ரேயர் பண்ணி ஒரு நல்ல வல்லமையில ஒரு பவர் கேஸ்ங்க. பவர்ல இருந்து ஒரு மாதிரி எனக்கு இப்போ நான் 12 வருஷம். உங்க பேர் என்ன? சந்தோஷ். நான் 12 வருஷமா குடிப்பறல இருந்து இப்போ இனி குடிக்க கூடாது. போன மாதிரி இனி அந்த ஃபயர்ல பிசாசு அழிஞ்சு போகணும். குடி பிசாசு அழிந்து போ. உங்க அனுபவம் என்ன? ശക്തമായ ഒരു ശക്തി വന്ന് എന്നെ മൂടി മാറ്റിട്ടു. Glory. Receive once again. Fire. That is God's anointing. உங்க அனுபவம் என்ன? பின்னால பெஞ்சில உட்கார்ந்திருந்தேன். அக்கினி மாதிரி இறங்கி என்ன சொல்லண்டு கொண்டு வந்து முன்னால வச்சு பின்னால பெஞ்சில இருந்தவங்கள அக்கினி காட்டி இழுத்து கொண்டு வந்து விட்டது. ഏറ്റവും പുറകെ ഇരുന്ന ആളിനെ ആത്മാവിന്റെ അഗ്നി മുന്നിലേക്ക് കൊണ്ടുവന്നു. Fire. இது கர்த்தருடைய அக்கினி. பாருங்கள். What is your experience? Come on, tell. பிரகாசம் வந்தது கண்டது மாத்திரம் ஓர்மையுள்ளது. பிரகாசமான ஒளி. கரங்களை தட்டுங்கள். கரங்களை அடிச்சாடு. அக்கினி. Fire. இது கர்த்தருடைய வல்லமை. உங்க அனுபவம் என்ன? எனக்கு நடக்க முடியாது இருந்துச்சையா. கால் நோதுனா அதுல இருந்தேன். என்ன அப்படியே வந்து வா மகளே அப்படியே போட்டு வந்துட்டேன். நடக்க முடியாதிருந்த மகளை ஒரு அக்கினி நடக்க வைத்து விட்டது. கரங்களை அடிச்சு தெய்வத்தை ஸ்துதிச்சார். தேவாக்கினி. தெய்வத்தினத்தி. இது தேவாக்கினி. தெய்வத்தினத்தி. பாருங்கள், உங்க அனுபவம் என்ன? நிற்க കഴിയാத ஒண்ணு என்ன சொல்றாங்க? She couldn't stand. Yeah, the fire. அது தீயோட அனுபவമാണ്. Look here. She is not able to stand because of the fire. What a wonderful God. Take the fire more. அதிகம். More fire. Come on, what is your experience? Come on. Fire. Hold her. That is God's touch. That is God's touch. அது கர்த்தருடைய அக்கினி. Come on, come here. உங்க அனுபவம் என்ன? அக்கினி. Fire. Oh, wonderful God. Here comes the fire.
More fire. More fire. Adhika, Take the adhika, fire. adhika. Take the fire. Agni, benki, Take the fire. benki, Take the benki. fire. Come on. Come here. What is your experience? ഒരു 4 മാസം ഒരു ഓപ്പറേഷൻ വന്നതിന് ശരീരം എല്ലാം ഒരു After operation, her body was very weak. ரொம்ப ടയർഡ് ആയിരുന്നു. Very tired. ഇപ്പൊ അഗ്നി അഭിഷേകத்துக்கு വേണ്ടി ജപം பண்ணும்போது മെസ്സേജ് എടുക്കുമ്പോൾ ഉടമ്പിലെ ഒരു വ്യത്യാസമായി കണ്ടു. അப்புறம் ഒരു ശക്തി ഉടമ്പിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് നല്ല ആരോഗ്യത്തോടെ ആരോഗ്യമായിരിച്ചു. കരങ്ങളെ തട്ടുക. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. God, the God of the Rapha, Jehovah Rapha. യഹോവ റാഫ. സുഖമളിക്കുന്ന ദൈവം. നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവം. Lift your hands. കരങ്ങൾ ഉയർത്തിയാട്ടെ. Hold someone. Fire. Tea. Fire I blow. Tea. Take the fire. Tea. Come on. Come on. Come here. What is your experience? മേരി കുട്ടി സിസ്റ്റർ Mary Kuti. Oh, glory to God. കരങ്ങളെ തട്ടുക. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. Glory, Mary Kuti. You are called by God. ദൈവത്താൽ You are called വിളിക്കപ്പെട്ടു. by God. ദൈവത്താൽ And വിളിക്കപ്പെട്ടു. He'll be doing wonders. നീ അത്ഭുതങ്ങൾ Lift your ചെയ്യും. hands. കരങ്ങൾ ഉയർത്തി. Carry the river of blessings. We are going to be the അനുഗ്രഹത്തിന്റെ river of നദി. blessings. അനുഗ്രഹത്തിന്റെ നദി. Come here. Come here. What is your experience? My name is George. George. Here is brother George. உங்க அனுபவம் சொல்லுங்க. He called me. You called me my name. Did you feel the fire? Yes, sir. Come on, give a big hand to Jesus. കരങ്ങളെ അടിച്ച് Lift ദൈവത്തെ your hands. സ്തുതിക്കാം. This is God's touch. The Spirit of God tells me, you are chosen. You are chosen. നീ You are തെരഞ്ഞെടുക്കപ്പെട്ട. chosen. നീ Say a word. തെരഞ്ഞെടുക്കപ്പെട്ട. Say a word. I am working. You called me. Oh, Varki, lift your hands. Take the fire. Take the fire. This is God's anointing. Come on. What is your experience? താങ്ങാൻ വയ്യാത്തൊരു ശക്തി വന്നു. A big power came on me. பரிசுத்த அக்கினியின் வல்லமை உன்னை ஆட்கொண்டு விட்டது. உங்க அனுபவம் என்ன? காட்டு பிராபத்தினால நடந்து வர முடியாத பிரேயருக்கு காலையில கூட நடந்து வர முடியல. எப்படியாவது இன்னைக்கு நான் போய் ஆகணும் சர்ச்சுக்கு. என் கையில முடியலன்ட்டு நடந்து வந்து உள்ள காலையில நடக்க முடியாம வந்தாங்களாம். ஐயா சொல்லுங்க. നടക്കാൻ വയ്യാതാണ് ഈ സഹോദരി വന്നത്. மூச்சு விட முடியறதில்ல. இதுல வலி எடுத்து. இப்போ நல்லா ஆயிட்டா? ശ്വാസം വിടാൻ വയ്യായിരുന്നു. இங்க ஒரு குதிங்க. ചാടിയാട്ടെ. குதி. ചാട്. குதி യേശുവിൻ നാമത്തിനാல. നടക്കാൻ വയ്യാഞ്ഞ സഹോദരി ചാടുകയാണ്. இது கர்த்தருடைய அக்கினி. போ. ദൈവത്തിന്റെ തീ. போங்க. கொண்டு போங்க. கொண்டு போயிருங்க. கொண்டு போங்க. வாங்க பார்க்கல வா. சொல்லுங்க. Oh, wonderful God. What a wonderful God we have. Is it not miracle? This is the fire. This is the fire. തീ. അത്ഭുതത്തിന്റെ തീ. Come on. சொல்லுங்க. Oh, fire. Fire. ദൈവത്തിന്റെ തീ. Fire. ദൈവത്തിന്റെ തീ. That is fire. Fire. Come on, say. എനിക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ എന്റെ ശരീരം എല്ലാം വിറയ്ക്കുന്നത് പോലെ. She could not പേര് stand. ചൊല്ലി വിളിച്ചു. അതുപോലെ തന്നെ What's her name? Mary Kuti. നാളിന്റെ ഒരു ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിക്കുമെന്ന് ദൈവം അവളുടെ The Lord spoke to her that she will have a ministry of the third day. Glory. Hallelujah. Come on. Give a big hand to Jesus. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Fire. I blow in the name of You Jesus. called her name, Pastor. Her name is Mary Kuti. Oh, Mary Kuti. Glory to God. You are Mary Kuti. Come on, tell. இந்த பிரதர் பாட்டு பாடுறதுக்கு இந்த முன்னே ஏசப்பா எனக்கு பரலோகத்துல ராஜனாய் உட்கார்ந்துட்டு இருந்தாங்க. அவங்க முன்னால இருந்து ஒரு தீ எனக்கு பக்கம் வந்துச்சு. ஏன்னா நான் மினிஸ்ட்ரிக்கு போயிட்டு இருக்கிறேன். பைபிள் காலேஜ் படிச்சுக்கிறேன். எனக்கு போறதுக்கு பயமா இருக்கு டெல்லி பக்கம். ஏசப்பா கிட்ட சொன்னேன் எனக்கு ஒரு தைரியம் வேணும். எனக்கு ஒரு ஹெல்த் ப்ராப்ளம். Here is a Bible college student, but she was having fear. Bible But college God student. removed the fear, and she was able to see the throne of God when Evangelist Daniel was singing. What a wonderful God we have. ഡാനിയൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ ബൈബിൾ കോളേജിൽ പോയെങ്കിലും ഭയമുള്ള ഈ സഹോദരി ദൈവത്തിന്റെ മഹത്വവും തേജസ്സും കണ്ടു. What's her name? My name is George Thomas. Here is one more judge. Lift your hands. Take the fire. Take the fire. Take the fire. Move by the Holy Spirit. What's her name? My name is Matthew. Oh, Matthew is here. Morning, actually, I shook hands with you. Okay. So I wanted to, in my heart, it was the last 7 years. I'm in ministry. Lord called me. And last 7 years in nothing fruitful, everywhere failure. So last 5 days I have been crying to the Lord. Lord, I'm a failure. I'm a failure. Everywhere I touch, everything is failing. So I wanted to share with you. Then I thought, Lord sees me. The Lord will know. Then you called out my name and you said last 7 years. What a wonderful God. 7 വർഷമായി സഹോദരൻ പേര് ജോർജ് He എന്നാണ്. was coming from there. I didn't know about his name, but we shook hands. ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞില്ലെങ്കിലും ഞാൻ അറിയാതെ കൈ കൊടുത്തു. இப்ப பாருங்க ஆண்டவர் பேர் சொல்லி அழைத்து நீங்க சாட்சியா மாறி. ഇപ്പൊ കണ്ടോ ദൈവം പേര് ചൊല്ലി വിളിച്ചു. அழைத்து விட்டார். കർത്താവ് നിന്നെ വിളിച്ചു. அக்கினி உன்மேல் ஊதப்படுகிறது. അഗ്നി നിന്നെ മേൽ വരും. എനിക്ക്
ஒரு 3-4 டேஸாக பயங்கர தொண்டை வலி இருந்தது. ஞாயிற்றுக்கிழமை என்னால் ஆராதனை கூட போக முடியல. டாக்டர் சொன்னாங்க ஃபுல்லாக பஸ் ஃபார்ம் ஆயிருக்கு, அதெல்லாம் எடுத்து க்ளீன் பண்ணணும், 3 டேஸ் ஆன்டிபயோட்டிக் எடுக்கணும்னு சொன்னாங்க. ஆனால் நேற்று தினத்தில் நான் இங்கே ப்ரேயருக்கு வரும்போது ஆண்டவர்கிட்ட ஒப்பு கொடுத்த, ஆண்டவரை எப்படியாவது நான் டாக்டர்கிட்ட போகாமலே சுகம் பெறணும் ஆண்டவர் எப்படின்னு. இன்னைக்கு காலையில் ஜெபிக்கும் பொழுது பிரதர் மூலமா பிரதர் சொல்லும்போது சொன்னாரு, ஒரு அக்கினி நதியில யாரெல்லாம் நீந்திர நீங்க விருப்பப்படுறீங்கன்னு சொன்னீங்க. நான் ஆண்டவர்கிட்ட கேட்டேன், ஆண்டவரே ஒரு கலங்கால அளவு முழங்கால அளவு அப்படி வேண்டாம் ஆண்டவரே, நான் நீந்தி முழுகணும், அப்படி அக்கினி அபிஷேகம் எனக்கு வேண்டும் ஜெபம் பண்ணேன். கர்த்தருடைய பலவீனத்தை நீக்கி கர்த்தர் சுகத்தை கொடுத்து விட்டார். கர்த்தருடைய அக்கினி, தெய்வத்தின் கர்த்தருடைய அக்கினி. ஓகே, ஒரு வார்த்தை சொன்னா போதும். டைம் ஒரு வாக்கு പറഞ്ഞാ മതി. ഒരു വാക്ക് പറഞ്ഞാ God's fire என் மேல வரும்போது என்னால நிக்க முடியலங்க. நிக்க முடியாத அளவுக்கு அக்கினி. உங்க பேர் என்ன? காயத்ரி. காயத்ரியை கர்த்தர் தொட்டு விட்டார். காயத்ரி கர்த்தருடைய அக்கினி. ஒரு வார்த்தை தான். கம் ஆன். My name. What's your name? Sara. சாரா. சாரா, கரங்களை தட்டுங்க. தேவனுடைய அக்கினி, கர்த்தருடைய அக்கினி உண்மையில் இறங்கி விட்டது. தேவனுடைய அக்கினி. ஒரு வார்த்தை, ஒன் வேர்ட். ദിനപ്പോഴും ഇന്നിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരു ഇനി വര വേണ്ട. അത ലാസ്റ്റ് afterwards. come on come here. She had an experience of fire. என்ன உங்க அனுபவம்? come on say வல்லமை மேக்னெட்டிக் பவர் அக்னியை பார்த்த கர்த்தருடைய பேர் என்ன? ஆண்டவருடைய அக்கினி இந்த மகளை இழுத்து கொண்டு வந்ததாம். The fire of the Lord. தெய்வத்தின் தீயானி பெற்றுக்கொள் மகளே, இது கர்த்தருடைய அக்கினி. பிராபி கர்த்தருடைய அக்கினி. okay, here is one more jar. take the fire. this is God's touch. come on. what's it? நான் அந்த சைடுல நின்னுட்டு இருந்தேன். நீங்க கூப்பிட்ட உடனே வந்தேன். என்னால தாங்க முடியாத அக்கினியால ஆண்டவர் என்னை நிரப்புறார். பெற்றுக்கொள் மகளே, இன்னும் அக்கினி. கரங்களை தட்டுங்க. இது தேவ அக்கினி. உங்க அனுபவத்தை சொல்லுங்க. சக்தி, വലിയ ദൈവ ശക്തി എന്റെ മേൽ ഇറങ്ങുവാൻ തക്കോടെ ഒരു കൊടിയ കാറ്റ് അടിക്കുന്നത്. ஆமென். கரங்களை தட்டுங்க. இது தேவ அக்கினி. ஃபயர். நம்முடைய தேவன் மகா பெரிய தேவன். നമ്മുടെ ദൈവം മഹാ ദൈവമാണ്. இந்த நிமிடத்திலிருந்து ഈ നിമിഷം മുതൽ இன்றைக்கு இரவு முடிய ഇന്ന് വൈകിട്ട് വരെ இங்க இருக்கிற எல்லாருடைய அனுபவங்களும் மாறிக்கொண்டே இருக்கும். എല്ലാവരുടെയും അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. உங்களால நிற்க முடியாது. നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. தாங்க முடியாது. താങ്ങാനൊക്കത്തില്ല. உங்கள் சரீரங்கள் மாறிக்கொண்டே இருக்கும். ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. அடுத்த செஷனுக்கு நீங்கள் வரும்பொழுது, അടുത്ത സെക്ഷനിൽ നിങ്ങൾ വരുമ്പോൾ ஆயத்தமாய் வாருங்கள். നിങ്ങൾ തയ്യാറായിട്ട് വന്നാൽ ஒருவரும் மத்தியான செஷனை இழந்து விடாதீங்க. ആരും അടുത്ത ആഫ്റ്റർനൂൺ സെക്ഷൻ നിങ്ങൾ മിസ് ചെയ്യരുത്. ஏனென்றால் இனிமேதான் மகிமைக்கு மேல் மகிமை. കാരണം ഇതിനേക്കാൾ വലിയ മഹത്വം ദൈവം இனிமேதான் மகிமைக்கு மேல் மகிமை. ഇതിനുമേൽ അടുത്ത മഹത്വത്തിന്റെ അളവ്, மகிமைக்கு மேல் வல்லமை, അടുത്ത ബലത്തിന്റെ അളവ്. ஓகே, இப்போ பாஸ்டர் ஜெபித்து முடிப்பார். ഇപ്പോൾ പ്രാർത്ഥിച്ചു നിർത്താം. ബ്രേക്ക് ടൈം. കർത്താവെ, ഞങ്ങളങ്ങേ വീണ്ടും സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ ബലത്തിൻ്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. തുടർന്നും അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഉച്ചക്കത്തെ സെക്ഷൻ 2:30 നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദയവായി 2:30 ഉച്ചക്കത്തെ സെക്ഷൻ തുടങ്ങും. അതുവരത്തേക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ചായ എല്ലാവർക്കും വെളിയിലുണ്ട്. ദയവായി ചായ ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. ചായ വേസ്റ്റ് ചെയ്യരുത്. ഡോണ്ട് വേസ്റ്റ് ദ ടീ. Don't bring the tea inside, but there are the teacups available outside. ஒரே ஒரு வார்த்தை, எக்ஸ்கியூஸ் மீ. அங்கே எங்களுடைய புத்தக